ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ഫെയറി ക്രാഫ്റ്റ്. ഇന്നത്തെ നമ്മളെ പരിപാടി ഈ ബുക്കിനെ അങ്ങോട്ട് കൊളാക്കുക അല്ല, ഈ ബുക്കിന് ഒരു മേക്ക് ഓവർ കൊടുക്കുക. ഇവിടെ പുറത്ത് നല്ല ബാരിഷുണ്ട്, അപ്പം അതുകൊണ്ടുള്ള ഒരു സൗണ്ട് നല്ല രീതിയിൽ കേൾക്കുന്നുണ്ടാവും. അതൊക്കെ നിങ്ങൾ കണ്ടറിഞ്ഞ് അങ്ങോട്ട് ക്ഷമിക്കുക. പിന്നെ ദിസ് ബുക്കിൻ്റെ കാര്യം പറയാനാണെങ്കിൽ തട്ടിക്കൊട്ടിയപ്പോൾ കിട്ടിയ ഒരു ഡയറിയാണ്. അപ്പം അതിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടാവില്ല, രണ്ടായിരത്തി എത്രയായിരുന്നു 2023 കിട്ടിയ ഡയറിയാണ്. ഇപ്പോഴാണ് എനിക്ക് തപ്പിയപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ ഒരു മേക്ക് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതെന്തൊക്കെയാണ് നടക്കുന്നത്? അതിൻ്റെ ഇടയിൽ കൂടെ ഓല് പിടിയും വലിയും കളിക്കാൻ നിൽക്കുക. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇതൊന്നും ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമല്ല. ജൂട്ടിൻ്റെ ഷീറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ, 2 ഉണ്ട്. ഒന്ന് ഈ സംഭവം, ഇത് കുറച്ച് വലുതാണ്, ചാക്ക് പോലെ നിൽക്കുന്നതാണ്. പക്ഷെ ചാക്കല്ല, കുറച്ച് അതിന് ഒരു ആഡംബരമായിട്ട് ജ്യൂട്ട് എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, അത് കഴിഞ്ഞ് അതിൻ്റെ മുന്നേ ഞാൻ കാണിച്ചു തന്ന ഒരു ഷീറ്റ് പോലെയാണ് അത്. ഒരു പേപ്പറിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ട് അതിന്. അപ്പോൾ ഞാൻ ഈ രണ്ടാമത്തെ സംഭവം ഉണ്ടല്ലോ, ഇത് ഞാൻ എടുത്ത് യു അഗെയിൻ. ഇതമ്മ കുടുങ്ങിക്കൊണ്ട് നമുക്ക് പറഞ്ഞ് ഞാൻ എൻ്റെ അടുത്ത് ഒഴിവാക്കണ വരെ ഉണ്ടാവും. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ കളയല്ലേ. എനിവേ, നമ്മൾ പണി തുടങ്ങാം. ഡയറി വെച്ച് ഒന്ന് പൊതിഞ്ഞു നോക്കിയിട്ട് ഏകദേശം എൻ്റെ മനസ്സിലൊരു കണക്ക് വെച്ചിട്ട് ഞാൻ അതിൻ്റെ എക്സസ് ആയിട്ട് വരുന്ന എഡ്ജസ് ഒക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, മനസ്സിൽ കണക്കെടുത്തോണ്ട് അത് എത്രയാണെന്ന് ഓർമ്മ വരുന്നില്ല. ആക്ച്വലി ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നും കൂടി ആ ബുക്ക് വെച്ചിട്ട് മാർക്കർ കൊണ്ട് അല്ലെങ്കിൽ സ്കെച്ച് കൊണ്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്താൽ പോരെ. എന്താണ് മിസ്റ്റർ, ഇതൊക്കെ ഒരു മാറ്റർ ആണോ? സിമ്പിൾ തിങ്സ്. ദെൻ നമ്മൾ മെഷർ ചെയ്ത പാർട്സ്, മെഷറല്ല, നമ്മളിങ്ങനെ ഡോട്ട് ഇട്ട പാട്ടൊക്കെ ഇതുപോലെ കത്രിക വെച്ച് കിറു മുറിച്ചു കൊടുക്കുക. വീണ്ടും എവിടെയെങ്കിലും മെഷർമെന്റിൽ കറക്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഇതേപോലെ മെഷർമെന്റ് എടുത്ത് ഡോട്ട് വരച്ചിട്ട് കട്ട് ചെയ്താലും മതി. ദെൻ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ആ ഒരു ഷീറ്റ് വെച്ചിട്ട് നമ്മൾ പേപ്പറിൽ നമ്മുടെ ബുക്കൊക്കെ നമ്മൾ കവർ ചെയ്യുമല്ലോ സ്കൂൾക്ക് പോകാൻ നേരത്ത്, ആ ഒരു ബുക്ക് പൊതിയണ ഒരു ഐഡിയ വെച്ചിട്ട് ഈ ഒരു ബുക്കും നമ്മൾ അതുപോലെ തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് പേപ്പറല്ല, ഷീറ്റാണെന്നുള്ള കാര്യങ്ങൾ ഓർക്കണം. ഷീറ്റല്ല, എന്തതിന് പറയുക, ഇതാണെന്ന് ഓർക്കേണ്ടത്. നമ്മൾ കുറച്ച് വലിച്ച് പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ലൂസായി പോകും. ആക്ച്വലി ഗൈസ്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഇത് ഒട്ടിച്ച് വെക്കാൻ സ്റ്റാപ്ലെയർ ആണ് വെക്കേണ്ടത്. പക്ഷേ ഇവിടെ സ്റ്റാപ്ലെയർ തിരഞ്ഞിട്ട് കാണുന്നില്ല. അതെല്ലേലും അങ്ങനെയാണല്ലോ, ആവശ്യത്തിന് തരുന്ന ഒരു സാധനം കാണൂല. 2 ദിവസം മുന്നേ വരെ ഒരാവശ്യമില്ലാതെ അത് ഞാൻ എവിടേക്കോ കണ്ടിട്ടുണ്ടായിരുന്നു. മേശമ ഇരിക്കുന്നത് കണ്ടിരുന്നു, ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഇരിക്കുന്നത് കണ്ടിരുന്നു. ഇപ്പം ഞാൻ അതിന് തിരഞ്ഞു നോക്കാത്ത സ്ഥലമൊന്നുമില്ല. ഇത്ര പെട്ടെന്ന് അത് എവിടെയാണ് നാടുവിട്ടതാവും. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നാളെ ചിലപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉണ്ടാവും അതിപ്പോൾ ചിലപ്പോൾ എൻ്റെ മുന്നിൽ തന്നെ വന്ന് നിൽക്കണം. ഒരാവശ്യം ഉണ്ടാവില്ല. സ്റ്റാപ്ലറിനൊരു വിചാരമുണ്ട്, എനിക്ക് സ്റ്റാപ്ലർ കിട്ടിയില്ല വിചാരിച്ചിട്ട് എൻ്റെ പരിപാടിയൊന്നും നടക്കൂലെന്ന്. ഇന്നോടാ കളി. ഞാൻ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് അങ്ങോട്ട് ഒട്ടിച്ചെടുത്ത്. അല്ല പിന്നെ നമ്മൾ ആ ഒരു 4 സൈഡ് ഇൻസുലേഷൻ ടേപ്പൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടാണ് സെക്യൂർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ഇൻസുലേഷൻ ടേപ്പ് കിട്ടാനുള്ള എളുപ്പത്തിന് ഞാൻ കുറച്ച് കുഞ്ഞു പീസാക്കി കണ്ട് മുന്നേ കട്ട് ചെയ്ത് കണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ച്, എന്നിട്ട് ഇങ്ങനെ ഒട്ടിക്കാനാകുമ്പോൾ അതിൽ നിന്ന് വെച്ച് കണ്ട് ഇതിലൊട്ടിച്ച്. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? മാർഗമല്ലല്ലോ, ലക്ഷ്യമല്ലേ. ലക്ഷ്യം അല്ല. അതോട് നമ്മളങ്ങനെ ആഴത്തിലിറങ്ങി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെയായാലും എന്താ, നമ്മൾ ഔട്ട്പുട്ട് സെറ്റായാൽ പോരെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു ഷീറ്റ് ഞാൻ എൻ്റെ അമ്മ കാണിച്ചു കൊടുത്തപ്പോൾ ഇതെന്തത് ചാക്കൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കണം, അങ്ങനെ ഒരു മട്ടയുണ്ട് എന്നോട്. വിൻറ്റേജ് ആസ്തെറ്റിക് ഒന്നും ഉമ്മാനോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ പരിപാടി അവിടെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ 4 സൈഡ് ഇതേപോലെ നല്ല രീതിയിൽ തന്നെ വലിച്ചു പിടിച്ചിട്ട് വേണം ഒട്ടിക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ പൊന്തി നിൽക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ താഴെയുള്ള എഡ്ജസ് താഴെയും കൂടെ മടക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്താ, അവിടെയും മുകളിലും ഇതേപോലെ 2 സൈഡിലും, 4 സൈഡിലും ഇതുപോലെ മടക്കി കൊടുക്കുക. ഇത് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. ഇങ്ങനെ ഒരു ഷീറ്റ് മാത്രം ഉണ്ടായാൽ മതി. നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. പിന്നെ വീഡിയോ ഇടണം, ഡെയിലി ഇടണം എന്ന് ഞാൻ വിചാരിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളായിട്ട് ഇപ്പോൾ കുറച്ച് ബിസിയാണ്. പിന്നെ മഴയൊക്കെ കാരണം ഇവിടെ കറണ്ട് പോവുക, അപ്പോൾ ഫോണിൽ ചാർജ് നിൽക്കുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നം സൈഡിൽ കൂടെ വേറെ ഉണ്ട്. രാവിലെ എണീറ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയാലും മഴക്കാറൊക്കെ മൂടി നിന്നിട്ട് ഭയങ്കര ഇരുട്ട് പോലെ കയറാം. അതിൻ്റെ ഇടയിൽ കറണ്ടും കൂടി ഇല്ലെങ്കിൽ സബാഷ്. എൻ്റെ കവർ സെറ്റ് ചെയ്യലുണ്ട്. പിന്നെ എനിക്കൊരു പ്ലെയിൻ പോലെ തോന്നി, അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ത്രെഡിനൊരു ഇൻട്രോ കൊടുത്തതാ. ഇരിക്കണ്ട അല്ലേ, ഇപ്പം എന്തിനാ ഈ ത്രെഡിനൊക്കെ ഒരു ഇൻട്രോ? ഇങ്ങനെ ഒരു സാധാ ഒരു ഇൻട്രോ ഒക്കെ പോരെ, എന്തിനാ വലിയ ഗെറ്റപ്പൊക്കെ? പിന്നെ ഈ ത്രെഡ് എന്ന് പറയുന്നത് ഈ ഒരു ജൂട്ട് ഷീറ്റ് വാങ്ങിയപ്പോൾ തന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. എന്തിനാ വാങ്ങിയത് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു, അത്രേ ഉള്ളൂ.
ഡെഡി കൂടെ ഉമ്മ എനിക്ക് 2 മാംഗോസ്റ്റീനൊക്കെ തിന്നാൻ തന്നു. പിന്നെ അത് കഴിച്ചിട്ട് വന്നു. അതിന് ശേഷം നമ്മൾ ഈ ത്രെഡ് വെച്ചിട്ട് ഈ ബുക്കിനെ ഏത് രീതിയിൽ വെച്ചാലാണ് സെറ്റ് ആവാൻ നമ്മൾ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഫൈനലായിട്ട് ഇതാ ഈ ഡിസൈനുമ്പോൾ ഞാൻ സെറ്റാക്കി. ഇതിപ്പോൾ ഡിസൈൻ എന്ന് പറയാനൊന്നുമില്ല, സിമ്പിളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. പിന്നെ ഇങ്ങനെ വെച്ചപ്പോഴാണ് എനിക്കൊന്നും സെറ്റായിട്ട് തോന്നിയത്. ഇതുവരെ ചെയ്തു വന്നിട്ടും എന്തോ ഒരു കുഴപ്പമുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. കൂടെ ഡെക്കറേറ്റ് ചെയ്താലോ? ചെറിയ എന്തെങ്കിലും ഡിസൈൻ മതി. ഭയങ്കര സിമ്പിളാണ്, എന്നാൽ കാണാൻ ഭയങ്കര അടിപൊളിയാണ്. ബുക്കൊന്നങ്ങോട്ട് മാറി നിൽക്കൂ, ഞാൻ ഇനി പണിയിലോട്ട് കിടക്കട്ടെ. ഇത് എൻ്റെ അറ്റം നമ്പർ 1. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം ഞാൻ ഒരു ബോ ഉണ്ടാക്കാനാണ് നോക്കിയത്. ആസ് യൂഷ്വൽ കൊളായി. ഒന്നാമത്തെ റീസൺ, ഇത്രയും നല്ല വിടുത്തുള്ള ഒരു സാധനം കൊണ്ട് ബോ ഉണ്ടാക്കാൻ ആരെങ്കിലും നോക്കുമോ? പക്ഷെ ഞാൻ നോക്കി, കൊളായി. പക്ഷേ അങ്ങനെ തോറ്റു പോകാൻ എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെയും ഒരു 100 വട്ടം ചെയ്ത് കൊളാക്കിയിട്ട് എന്താ, ഞാൻ പിന്നെ അതിൽ അടങ്ങൂല, എനിക്ക് പിന്നെയും ചെയ്യണം. അങ്ങനെ ഞാൻ പിന്നെ അത് മാറ്റിപ്പിടിച്ചിട്ട് വേറെ രീതിയിൽ ബോ ഉണ്ടാക്കാനായിട്ട് നോക്കി. അതിനാദ്യം നമ്മൾ ഉണ്ടാക്കിയ ബോൻ്റെ ആ ഒരു കെട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് അയച്ചെടുക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ നമ്മളുണ്ടാക്കിയ ആ ഒരു ത്രെഡിനെ നടുവിൽ മടക്കിയിട്ട്, ഇനിയിപ്പോൾ വിടുത്ത് കൂടുതലായതുകൊണ്ടാണോ ബോ സെറ്റാവാത്തത് എന്നറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് മടക്കിയിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കാൻ നോക്കി. ശരിയല്ലേ, ഡോണ്ട് വറി, ഞാൻ ഇനിയും ഉണ്ടാക്കും. പിന്നെ എൻ്റെ ഇല്ലാത്ത ബുദ്ധിയിൽ വേറൊരു ഐഡിയ തോന്നി. ആ ഐഡിയ ആണിത്. ഇതിപ്പോൾ എന്താ സംഭവം നിങ്ങൾ വിചാരിക്കണ്ടാവും. ഇതും ബോയൊക്കെ തന്നെയാണ്. ബോ നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാമല്ലോ. ഇത് അതിലത്തെ രീതിയാണ്. ചെറുതെന്ന് വലുതക്ക് അല്ല, വലുതെന്ന് ചെറുതക്ക് ഇങ്ങനെ 3 എണ്ണം കൂട്ടി വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുക്കുക. ആക്ച്വലി ഇത് ഇങ്ങനത്തെ ഒരു ഇതായതുകൊണ്ടാണ് ശരിയാവാഞ്ഞത്, അല്ല അതിൻ്റെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ തലയിൽ വെക്കുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ, ബോ ക്ലിപ്പ്, തുണി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന, അങ്ങനെ ചെയ്യുന്നതിന് ഇങ്ങനത്തെ ബോ അടിപൊളിയാണ്. ഈ ബോ വെച്ചിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ വേറെ രീതിയിൽ, അതായത് ഒരു ഈ സാധനം വെച്ചിട്ട് മാത്രം ഇങ്ങനെ മടക്കി വന്നപ്പോൾ കിട്ടി. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് മതി. ബോ ഒക്കെ സെറ്റായി വന്നപ്പോൾ അത് അടുത്ത കൺഫ്യൂഷൻ, ഇതിപ്പോൾ എവിടെയാണ് വെക്കുക? ആ കിട്ടിയ ബോൾ ഒന്നും കൂടി ഒന്ന് ഡെക്കറേറ്റ് ആക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നത്തെ പ്രയോഗം 2 എണ്ണം വെച്ചും കണ്ട് ഞാൻ ട്രൈ ചെയ്ത്. സെറ്റായില്ല. അവിടെ ഒന്ന് ചീറ്റിപ്പോയി. എന്തായാലും ഇങ്ങനത്തെ ഓരോ മിസ്റ്റേക്ക് എന്നല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചു വരിക. അങ്ങനെ കരുതിയാൽ മതി നിങ്ങളിതിനെ. ഒരു 5-6 അബദ്ധമൊക്കെ ആർക്കായാലും പറ്റൂലേ. എന്തായാലും ഞാൻ ആദ്യം ഉണ്ടാക്കിയ ആ ഒരു ബോ, അതിൽ ഞാൻ റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ് ചുറ്റി കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ തുന്നിയൊക്കെ കൊടുക്കാം. ഇനിയിപ്പോൾ സൂചി തരണം, നൂല് തരണം, റിസ്ക് ആന്ന് വയ്യ. അപ്പോൾ പിന്നെ റബ്ബർ ബാൻഡ് വെച്ചിട്ട് ചുറ്റി കൊടുത്ത്. എന്നിട്ട് ഈ ഒരു ചുറ്റി കൊടുത്തതിന് ശേഷം അത് പിന്നെ എവിടെയാണ് വെക്കേണ്ടതെന്നാണ് എൻ്റെ അടുത്ത കൺഫ്യൂഷൻ. അതിനെ ഞാൻ എടുത്തിട്ട് താഴെ, മുകളിൽ, സെൻറ്ററിൽ, നടുവിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും വെച്ച് നോക്കി. ഇങ്ങനെ ഒരുവിധം ഞാൻ അതൊക്കെ സെറ്റാക്കി വന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം വെറും പോയാൽ പോരല്ലോ, ഇങ്ങനെ തൂങ്ങി കിടക്കാൻ എന്തെങ്കിലും വേണ്ടേ. അപ്പം നമ്മൾ പൊതിഞ്ഞ ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഞാൻ ഇതുപോലെ കുറച്ച് ലെങ്ത്തിൽ ഒരു ത്രെഡ് കട്ട് ചെയ്തെടുത്ത് അത് അതിനെ വെച്ച് ചുറ്റി കൊടുത്തിട്ട് ഇവിടെ ഇതേപോലെ, ഇവിടെയല്ല, അവിടുന്ന് ഞാൻ പിന്നെയും മാറ്റിയിരിക്കണേ. അതിനെ ഞാൻ എടുത്തിട്ട് എനിക്ക് എവിടെയാണോ അടിപൊളിയായിട്ട് തോന്നിയുള്ളത് ആ ഒരു സ്ഥലത്ത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫൈനലി സെറ്റായി. പിന്നെന്താ, പിന്നെ ഞാൻ ഈ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ മറ്റീന് വെക്കാൻ വേണ്ടിയിട്ട്, അത് വെറുതെ ആയിപ്പോയി. പിന്നെ വെറുതെ ആ ഒരു ബോനെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അതിനെ എടുത്ത് പെട്ടിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ബുക്ക് എടുക്കുക, പിന്നെ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു ബോ, ഇത് ഞാൻ 2 ബോ ഉണ്ടാക്കിയിരുന്നു. ഒന്ന് ഈ ബോയും പിന്നെ മറ്റേ ബോയും. ഫിക്സ് ചെയ്തത് മറ്റേതാണ്. ഈ ബോ വെച്ചിട്ട് ഞാൻ ആദ്യം കുറേ ട്രയൽ നോക്കി. പക്ഷേ ഇത് വെച്ച് നോക്കുന്ന സമയത്ത് മറ്റേൻ്റെ അത്ര ഒരു വൃത്തിയും കിട്ടുന്നില്ല. ഇനിയിപ്പോൾ അത് രണ്ടും പാടെ ഒരുമിച്ച് വെക്കാൻ നോക്കിയ സമയത്ത് ഒരുമാതിരി എന്തൊക്കെയോ കുത്തിത്തിരുകി വെച്ച പോലൊരു ഫീല്. അങ്ങനെ പിന്നെ അത് ഞാൻ തലങ്ങിനും വിലങ്ങിനും എല്ലായിടത്തും മാറ്റി മറിച്ചൊക്കെ വെച്ച് നോക്കി. പക്ഷേ ഒന്നും ഇങ്ങോട്ട് സെറ്റാവുന്നില്ല. പിന്നെ നമ്മൾ ആ ഒരു സിമ്പിളായിട്ടുള്ള ആദ്യം കണ്ട ഡിസൈൻ തന്നെ അങ്ങോട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ച് അതവിടെ വെക്കുന്നു, ഗം എടുക്കുന്നു, ഒട്ടിക്കുന്നു. ഞാനിവിടെ ഫെവിക്വിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്ലൂ ഗണ്ണായാലും നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ബാക്കി വന്ന ഈ ഒരു ബോ ഞാൻ പെട്ടിയിലിട്ട് സൂക്ഷിച്ച് വെച്ചു എന്ന് പറഞ്ഞല്ലോ, ആ ഒരു ക്ലിപ്പാണ് ഇത്. അതിൻ്റെ ഉള്ളിൽ ആ ഒരു പെട്ടി തുറന്ന സമയത്ത് മുന്നുണ്ടാക്കിയിരുന്ന കുറേ സ്ക്വീഷീസൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അത് കണ്ടപ്പോൾ അത് കുറച്ച് നേരം ഞെക്കി പിഴിഞ്ഞു. പിന്നെയാണല്ലോ ഓർമ്മ വന്നത് ഇതല്ലല്ലോ നമ്മളെ പരിപാടിയെന്ന്.
അപ്പോൾ പിന്നെ അപ്പോൾ തന്നെ അത് അടച്ചു വെച്ചിട്ട് നമ്മളെ ബുക്കിൻ്റെ ഫൈനൽ ലുക്ക് എത്തി. അപ്പോൾ ഇതാണ് ബുക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി ജേണൽ ബുക്ക് ഉള്ളതുകൊണ്ട് ഇത് ഞാൻ ലെനക്ക് കൊണ്ടുകൊടുത്തപ്പോൾ ആദ്യം ഒരു ജാടയൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്തു കൂടെയൊക്കെ നടന്നു നോക്കി. അടുക്കളയിൽ പോയപ്പോൾ ബർത്ത്ഡേ കേക്കിൻ്റെ ആ ഒരു സാധനം കിട്ടി. അപ്പോൾ തന്നെ അത് പൊറുക്കി കൊണ്ടുപോയി. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അടുത്തൊക്കെ പോയി നോക്കി, സൂപ്പറായിട്ടുണ്ട്. ഇതിലൊരു ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്തുണ്ടായിരുന്നു, ഞങ്ങളത് ജ്യൂസ് അടിച്ച് കുടിച്ചു. ഇത് മറ്റേ പിങ്ക് ഉണ്ടല്ലോ, ആ ഒരു കളറിൽ വരുന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ ഞാനൊന്ന് സ്നേഹിക്കാൻ പോയത്, അതിൻ്റെ മുള്ള എൻ്റെ കയ്യിൽ തട്ടിയിട്ട് ഭയങ്കര ഒരു കടച്ചിൽ. അപ്പോൾ ഓക്കെ, ബൈ.